മോദി പ്രഭാവം ഛത്തീസ്ഗഡിൽ 50 മാവോയിസ്റ്റുകൾ കീഴടങ്ങി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മോദിജി ഛത്തീസ്ഗഡ് സന്ദർശിക്കാൻ ഇനിയും ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് ഇവർ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നിരന്തരം സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇവർ കീഴടങ്ങിയിരിക്കുന്നതും. ബിജാപൂർ ജില്ലയിലാണ് സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ ആയുധങ്ങൾ വെച്ച് മാവോയിസ്റ്റ് സംഘം കീഴടങ്ങിയതും. സംസ്ഥാന പോലീസിലെയും അതുപോലെ കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിലാണ് മാവോയിസ്റ്റുകൾ എത്തിയതും. വനവാസി സമൂഹത്തെ ചൂഷണം ചെയ്യുന്നു, സംഘത്തിനുള്ളിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് മാവോയിസ്റ്റ് സംഘം കീഴടങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം സുക്മ ബസന്തർ മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിലാകട്ടെ 11 സ്ത്രീകൾ ഉൾപ്പെടെ 18 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചിരുന്നു. അതിർത്തി സുരക്ഷാ സേനയും പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നതും. അതേസമയം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് സംസ്ഥാനത്ത് എത്തുന്നത്. 33,700 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മാവോയിസ്റ്റ് ആശയത്തിന്റെ ഉന്മൂലനത്തിന് മുൻഗണന നൽകുന്നുണ്ട്. സൈനിക ശക്തി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. നക്സൽ ഭീഷണിയുമായി പൊരുതാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് സുരക്ഷാ തന്ത്രങ്ങൾ നടപ്പിലാക്കിയതും. ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഡ്രോൺ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാവോയിസ്റ്റ് നീക്കങ്ങളെ തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട്. സൈനിക നടപടികൾക്ക് പുറമെ തന്നെ സുതാര്യമായ നയവും വികസനത്തിനായി വലിയ ജനകീയ ശ്രമങ്ങളും വലിയ വികസന പദ്ധതികളും ആവശ്യമാണെന്ന തിരിച്ചറിവും BJP സർക്കാരിനുണ്ടായി. മാവോയിസ്റ്റ് ഭീകരർ ഭീഷണിപ്പെടുത്തുന്നതും അല്ലാതെയും സുരക്ഷിത കവചമായി ഉപയോഗിച്ചിരുന്ന വനവാസി സമൂഹത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന വികസന സംരംഭങ്ങൾ മാറ്റത്തിന്റെ കാറ്റ് വീശാൻ കാരണമായിട്ടുണ്ട്. അസംതൃപ്തികൾ പരിഹരിക്കുവാനും സാമൂഹിക സാമ്പത്തിക പരാതികൾ ഇല്ലാതാക്കിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിൽ കൂടുതൽ സൗകര്യമൊരുക്കിയ നടപടികൾ ഫലം കാണുന്നുണ്ട്. സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സർക്കാരിന്റെ വികസന പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. രാജ്യത്തിന്റെ ഭാവിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അനിവാര്യമായ ഒന്നാണ് നക്സലൈറ്റുകളെ തുടച്ചു നീക്കുക എന്നത്. അതിൽ കേന്ദ്ര സർക്കാർ വിജയം കാണുന്നു എന്നത് അഭിമാനകരമായ കാര്യം തന്നെയാണ്. അതേസമയം കഴിഞ്ഞ ദിവസവും സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിൽ വനത്തിനുള്ളിൽ ആയുധധാരികളായ ഭീകരർ ഒളിച്ചു കഴിയുന്നുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ സുരക്ഷാ സേന ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇവർ തന്നെ ഇപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നതും. ആയുധധാരികളായ 5 പേർ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നതായ സൂചനകളും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവർക്കായുള്ള തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഭീകരർ ഒളിച്ചു താമസിക്കാനായി പ്രദേശവാസികളെ ബന്ദികളാക്കി വെക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായും വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ഭീകരരുടെ പക്കൽ വൻ ആയുധ ശേഖരമുണ്ടെന്ന് പോലീസിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നുകൊണ്ടായിരുന്നു പ്രദേശത്ത് കൂടുതൽ സൈന്യത്തെ വിന്യസിപ്പിച്ചതും. കഴിഞ്ഞ ദിവസം ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് വനപ്രദേശത്ത് തിരച്ചിൽ നടത്തിയിരുന്നു. ഹരിനഗർ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് അടുത്തുള്ള സന്യാൽ ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചതും. പാകിസ്ഥാനുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയുള്ള സന്യാൽ ഗ്രാമത്തിൽ നിന്നുള്ള തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന് അറിയുന്നത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ ഒരു പോലീസ് സംഘം തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.